നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്കാണ്. ഡൽഹിയിലുള്ള ഫേമസ് ഗോൾഡൻ ടെമ്പിൾ അല്ല, ഇതിവിടെ ഹൈദരാബാദുള്ള ചെറിയൊരു അമ്പലമാണ്. ഞങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അമ്പലത്തിൽ പോവാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് പ്രാർത്ഥിക്കാൻ വന്നത് എന്തായാലും നന്നായി, കാരണം ഇന്നിവിടെ പ്രധാനപ്പെട്ട പൂജകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ദിവസമായിരുന്നു. ഈ പൂജാകർമ്മങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും നല്ലോണം ഇരുന്ന് പ്രാർത്ഥിക്കാനും പറ്റി. അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അത് വേറെ എവിടെ പോയാലും കിട്ടില്ല, അല്ലേ? പൂജയൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് പ്രസാദവും കിട്ടി. ഇത് കണ്ടിട്ട് പൊങ്കൽ പ്രസാദമാണെന്നാണ് തോന്നുന്നത്. ടേസ്റ്റും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങൾ പോയത്. ഇത്തവണ നമ്മൾ ഉടുപ്പിയിലേക്കാണ് വന്നേക്കുന്നത്. ഇപ്പോൾ സമയം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടന് കുറേ ദിവസമായിട്ട് ഭയങ്കര ആഗ്രഹം മീൽസ് കഴിക്കണമെന്ന്. ഞങ്ങൾ ചോദിച്ചപ്പോൾ മീൽസ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കുന്ന ഏരിയയിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു മീൽസ് ആവുന്നതേ ഉള്ളൂ എന്ന്. സമയം ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ മീൽസ് കഴിക്കണമെന്നുള്ള ചേട്ടൻ്റെ മോഹം മടക്കിക്കൂട്ടി പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ പിന്നെയും ടിഫിൻ ഏരിയയിലേക്ക് വന്നു. സ്റ്റമ്മുള്ളത് കൊണ്ട് ഇവൾക്കൊരു ഗീ റോസ്റ്റ് കമ്പൽസറിയാണ്. ഈ സമയം ആയതുകൊണ്ടാവാം തീരെ ആളനക്കം ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. നമ്മളൊരു പൂരി സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗീ റോസ്റ്റ്, പിന്നെ ഒരു മൈസൂർ മസാല ദോശയാണ് പറഞ്ഞത്. ഇവിടെ അടുത്ത് കാഞ്ചി കഫേ ഉള്ളതുകൊണ്ട് അവിടെയാണ് കൂടുതൽ തിരക്ക്. കാഞ്ചി കഫേയിൽ പോയിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തത് കാരണമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്ത 3 ഐറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മൈസൂർ മസാല ദോശയുടെ മസാലയ്ക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു ചായയും ഒരു ഹോർലിക്സും ആണ് പറഞ്ഞത്. ചേട്ടൻ തീരെ ഒരു ചായ പേഴ്സൺ അല്ല കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ കൂടിയിട്ട് കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യുമെന്ന് മാത്രം, അല്ലാതെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആൾക്ക്. പക്ഷെ ഞങ്ങൾ 2 പേരും നല്ല ഫുഡീസാണ്. അത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒത്തിരി വിഷമങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ മറന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനും മനസ്സൊന്ന് റിഫ്രഷ്ഡ് ആക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും എല്ലാവരും ശ്രമിക്കുക. ലൈഫ് ഈസ് വെരി ഷോർട്ട് അല്ലേ. അപ്പോൾ നമ്മളുള്ള എത്രയും നാൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.